ദീനബന്ധേ ഗോപേശ ഗോപിക കാന്ത രാധാ കാന്ത നമോസ്തുതേ തത്വകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനീശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. ഹരേ കൃഷ്ണ. ഓം തത്സത്. നമ്മള് ആധ്യാത്മിക രാമായണം ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാമായണത്തിന്റെ 20ാമത്തെ ദിവസം, അതായത് 20ാമത്തെ ഭാഗം കഴിയുമ്പോൾ നമ്മൾ കിഷ്കിന്ധ കാണ്ഡം കഴിഞ്ഞു. പിന്നെ നമ്മൾ തുടങ്ങുന്നത് രാമായണത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗം, അതായത് ഏറ്റവും വലിയ ഭഗവാന്റെ ശ്രേഷ്ഠനായ ഭക്തന്റെ കഥയാണ് സുന്ദരകാണ്ഡത്തിൽ നമ്മൾ പിന്നെ കാണാൻ പോകുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചതിൻ്റെ ആ അർത്ഥം നമ്മൾ മൊത്തം വായിച്ചില്ലായിരുന്നു തോന്നുന്നു, പറഞ്ഞില്ലായിരുന്നു തോന്നുന്നു. മഹേന്ദ്ര പർവ്വതത്തിന്റെ കഥയൊക്കെ നമ്മൾ വായിച്ചു. അപ്പം ഏത് ഭാഗങ്ങളിലൂടെയാണ് കടന്നു പോയതെന്നും കൂടെ വായിച്ച് സുന്ദരകാണ്ഡത്തിൽ എന്താണ് ആദ്യം സംഭവിക്കുന്നത്, ആദ്യ ദിവസങ്ങളിൽ എന്താണ് എന്നും കൂടെ നമുക്ക് നോക്കാം. എന്നിട്ട് രാമായണം നമുക്ക് വായിക്കാം. അവിടെ രാമനെ ധ്യാനിച്ച് ഹനുമാൻ മഹേന്ദ്ര പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി ലങ്കയെ ലക്ഷ്യം വച്ച് നിൽക്കുകയാണ്. വായുയർത്തിപ്പിടിച്ച് കൈകൾ ചലിപ്പിച്ച് കാലുകൾ വളച്ച് ദൃഷ്ടി മേലോട്ടുയർത്തി തെക്കോട്ട് തിരിഞ്ഞ് വായുവേഗത്തിൽ ഒരൊറ്റ ചാട്ടം കൊടുത്തു. അപ്പൊ അതിനു മുമ്പ് നമ്മൾ അത് സുന്ദരകാണ്ഡത്തിലേക്കുള്ള ആ ഒരു ചുവടുവയ്പ്പാണ് ഹനുമാൻ ജിയുടെ. അതിനു മുമ്പ് നമ്മൾ ആ സമ്പാദിയുടെ കാര്യം കൂടെ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞു തീർക്കാനുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതും കൂടെ നമുക്ക് നോക്കാം. മഹേന്ദ്ര പർവ്വതത്തിനൊക്കെ അവിടെ മഹേന്ദ്ര പർവ്വതം കുലുങ്ങുന്നു. ദർഭയിൽ കുറച്ചുപേര് കിടക്കുന്നുണ്ട്. അവര് എഴുന്നേറ്റ് നോക്കുവാണ് എന്താ സംഭവിച്ചതെന്ന്. അപ്പം നോക്കുമ്പം കഴുകൻ സമ്പാദിയാണ്. കണ്ടാൽ മല പോലുണ്ട്, ചിറകില്ല. മരിക്കാൻ കിടക്കുന്ന വാനരന്മാരെ ഭക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് വാനരന്മാർക്കിടയിൽ ജടായുവിനെ കുറിച്ച് സംഭാഷണം. അപ്പം സമ്പാദിയുടെ അനുജനാണ് ജടായു. തന്റെ അനുജന്റെ കഥ കേൾക്കാൻ സമ്പാദി ഇടയായി. അപ്പം അവിടെ രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോയതും വഴിക്ക് ജടായു തടഞ്ഞു നിർത്തിയതും യുദ്ധത്തിൽ ജടായു മരിച്ചതുമെല്ലാം സമ്പാദിയോട് അംഗദൻ പറഞ്ഞു. സമ്പാദിയുടെ ആഗ്രഹം അനുസരിച്ച് ജടായുവിന്റെ ഉദകക്രിയ ചെയ്യാൻ അവർ പക്ഷിശ്രേഷ്ഠനെ സമുദ്രത്തിലേക്ക് എത്തിച്ചു. സമ്പാദി കർമ്മങ്ങളെല്ലാം ചെയ്തു. സന്തോഷത്തോടെ അവരോട് പറഞ്ഞു, മറുകയിൽ ത്രിടഗിരിയുടെ മുകളിൽ ലങ്ക എന്നൊരു രാജ്യമുണ്ട്. ലങ്കയിലെ അശോകവനികയിൽ രാക്ഷസികളുടെ നടുവിൽ സീതയുണ്ട്. സമ്പാദി പറയുകയാണ്, ഇവിടെ നിന്ന് 100 യോജന ദൂരമുണ്ട് അവിടേക്ക് എത്താൻ. കഴുകനായതുകൊണ്ട് തനിക്ക് സീതയെ കാണാം. കടല് ചാടി ആർക്കെങ്കിലും പോകാൻ കഴിയുമെങ്കിൽ സീതയെ കണ്ടു മടങ്ങാം. വാനരന്മാർക്കെല്ലാം ഉത്സാഹമായി. സമ്പാദി ജീവൻ രക്ഷിച്ചു തന്നുവല്ലോ. സമ്പാദിക്ക് ജടായുവിനെ കൊന്ന രാവണനോട് പകയുണ്ട്. പക്ഷേ രാവണനോട് യുദ്ധത്തിൽ ഒതുങ്ങാനുള്ള കെൽപ്പുമില്ല. പ്രായം ചിരിക്കുകയാണ്. സമ്പാദി വാനരന്മാർക്ക് തന്റെ കഥ പറഞ്ഞു കൊടുത്തു.
ജടായുവും സമ്പാദിയും ശക്തിയിൽ ഊറ്റം കൊണ്ട് ഇരിക്കുന്നവരായിരുന്നു. അനുജൻ ചേട്ടനും അനിയനുമാണ്. ജടായുവും സമ്പാദിയും ശക്തിയിൽ ഊറ്റം കൊണ്ടിരിക്കുന്നവരായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ആർക്കാണ് കൂടുതൽ ഉയരത്തിൽ പറക്കാൻ കഴിയുക എന്നവർ പരീക്ഷിക്കാൻ ഉറച്ചു. രണ്ടുപേരും പറന്നുയർന്നു. സൂര്യമണ്ഡലത്തിലെത്തി. അതിഭയങ്കരമായ ചൂട്. ജടായുവിന് പൊള്ളലേറ്റു. സമ്പാദി അവനെ രക്ഷിക്കാൻ തന്റെ ചിറകുകൾക്കുള്ളിലാക്കി പറന്നു. സമ്പാദിയുടെ ചിറകുകൾ മുഴുവൻ കരിഞ്ഞു. വിന്ധ്യാപർവ്വതത്തിൽ ഒരു മല പോലെ വന്നു വീണു. രൂപം തിരിച്ചറിയാൻ കഴിയാത്ത വിധം വികൃതമായി. കുറെ ദിവസം കഴിഞ്ഞപ്പോൾ കണ്ണു തുറന്നു. അടുത്തുള്ള ആശ്രമത്തിന് അരികിലേക്ക് ഇഴഞ്ഞു നീങ്ങി. ചന്ദ്രമാ മുനിയുടെ ആശ്രമമായിരുന്നു അത്. നോട്ടി വെക്കണം, ചന്ദ്രമാ മുനിയുടെ ആശ്രമത്തിലാണ്. സമ്പാദിയെ മനസ്സിലായി. മുനിക്ക് ജീവിതം മടുത്ത് എല്ലാം കരിഞ്ഞുപോയി, ശരീരം മൊത്തം കരിഞ്ഞുപോയി. ജീവിതം മടുത്ത് കാട്ടുതീയിൽ ചാടി ചാകാൻ ആഗ്രഹിച്ച സമ്പാദിയെ മുനി തത്വ ഉപദേശം നൽകി പിന്തിരിപ്പിച്ചു. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ഭാഗം വായിച്ചത്. കർമ്മഫലങ്ങളൊക്കെ തന്റെ ജീവിതം കൊണ്ട് ലോകത്തിന് ഉപകാരമുണ്ടാകുമെന്ന് മുനി സമ്പാദിയെ ഓർമ്മപ്പെടുത്തി. ശ്രീരാമദാസന്മാരായ വാനരന്മാരോട് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയ കഥയും കഴുകനായതുകൊണ്ട് ലങ്കയിൽ സീത ഇരിക്കുന്നത് നേരിട്ട് കണ്ട കഥയും പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് പുത്തൻ ചിറകുകൾ മുളയ്ക്കുമെന്ന് അരുളി ചെയ്തു. ഭഗവാനെ സ്മരിച്ചു കഴിഞ്ഞാൽ മോക്ഷം കിട്ടുമെന്നർത്ഥം. എല്ലാവരും നോക്കി നിൽക്കെ സമ്പാദിക്ക് ചിറകുകൾ മുളച്ചു. സമ്പാദി ശ്രീരാമേന്ദ്രന്റെ വരവും കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ പറന്നുയർന്ന് മോക്ഷവും പ്രാപിച്ചു. ലോക നന്മ ചെയ്താൽ സൽഫലമുണ്ടാകുമെന്ന് മുനി ലോകരെ പഠിപ്പിച്ചു. വിത്ത് എക്സാമ്പിൾ, പ്രാക്ടിക്കൽ എക്സാമ്പിൾ, വിത്ത് എവിഡൻസ്. ചന്ദ്രമാ മുനി പറഞ്ഞത് സത്യമായി കണ്ടപ്പോൾ എല്ലാവർക്കും സമ്പാദിയെ വിശ്വാസമായി. 100 യോജന ദൂരം ചാടാൻ കഴിവുള്ളവനെ കണ്ടുപിടിക്കണം. അങ്കദൻ ഓരോരുത്തരെയും വിളിച്ചു ചോദിക്കാൻ തുടങ്ങി, എത്ര ചാടാൻ കഴിയും? ഇനി അവിടെ ടെസ്റ്റാണ്, ഇന്റർവ്യൂകളാണ് നടക്കുന്നത്. ഉത്തരം പറയണമെന്ന കാര്യം നിർബന്ധമാണ്. ഓരോരുത്തരും അവരവരുടെ കഴിവ് വെളിപ്പെടുത്തി. 10 യോജനയിൽ തുടങ്ങി 90 വരെ എത്തി. 90 ചാടിയാലും 10 ചാടിയാലും ഫലം ഒന്ന് തന്നെ. ഉപ്പുവെള്ളം കുടിച്ച് ചാവാം. കുറച്ചു ദൂരം ചാടുവെന്ന് ഇക്കരയിലേക്കും കൂടുതൽ ചാടുന്നവന് അക്കരയിലേക്കും വെള്ളം കുടിക്കാം എന്ന വ്യത്യാസമേ ഉള്ളൂ. ജാമ്പവാന് ചാടാൻ കഴിയുമെന്നൊരു തോന്നലുണ്ട്. പക്ഷേ വാർദ്ധക്യം ബാധിച്ചത് കൊണ്ട് ധൈര്യമില്ല. പണ്ട് വാമനനായി മഹാവിഷ്ണു അവതരിച്ചപ്പോൾ 21 ചുറ്റ് വാമനപാദം പ്രദക്ഷിണം വെച്ച് ഭീമാകാരമായ വാമന രൂപത്തിനെ 21 പ്രാവശ്യം പ്രദക്ഷിണം വെച്ചു ജാമ്പവാൻ. ആ ജാമ്പവാനാണ് ഇന്ന് വീമ്പ് പറയാൻ മാത്രമേ പറ്റത്തുള്ളൂ. ശാരീരികമായി വാർദ്ധക്യ അവസ്ഥയിലാണ്. അങ്കദനാണെങ്കിൽ 100 യോജന ചാടാം, പക്ഷെ അത്ര ഇങ്ങോട്ടും ചാടാൻ അവരും പ്രായം ചെന്നുകൊണ്ട് വയ്യ. ഒരു സൈഡിലേക്ക് നോക്കാം, പക്ഷെ ഇപ്പുറത്തേക്ക് വരാൻ പറ്റില്ല. അത് കേട്ടപ്പോൾ ജാമ്പവാൻ അങ്കദനെയും തടഞ്ഞു. അങ്കദൻ വാനരന്മാരുടെ യുവരാജാവാണ്. നാളെ രാജാവാകേണ്ടവനാണ്. മടങ്ങിയെത്താൻ കഴിയാതിരുന്നാൽ വാനരന്മാർ അനാഥരാകും. എങ്കിൽ പിന്നെ ദർഭ വിരിച്ച് കിടക്കാം. മരിക്കാൻ ദിവസമെണ്ണാലോ. എല്ലാവരും മുറുമുറുത്തുകൊണ്ടേയിരുന്നു. അതിന് കഴിവുള്ളവർ കൂട്ടത്തിലുണ്ട്. ആരാണെന്നറിയാൻ എല്ലാവരും അന്യോന്യം നോട്ടം തുടങ്ങി. നമ്മുടെ കഥാനായകന്റെ വരവാണിനി. മറ്റാരുമല്ല, ഹനുമാൻ ദേവൻ തന്നെ. ഹനുമാനെ അത് കഴിയും. മഹാബലവാനാണ് ഹനുമാൻ. വായുപുത്രനാണ്. രാമകാര്യത്തിന് വേണ്ടിയാണ് വായുദേവൻ ഹനുമാന് ജന്മം നൽകിയത്. പണ്ട് 500 യോജന ചാടി കെൽപ്പുകാട്ടിയവനാണ്. പിറന്നു വീണപ്പോൾ കിഴക്ക് ദിക്കിൽ ചുവപ്പ് കണ്ട് അത് പഴമാണെന്ന് കരുതി തിന്നാൻ കൊതിച്ചു ചാടിയ കഥ ജാമ്പവാൻ അറിയാം. ഉണരൂ, രാമകാര്യം നിറവേറ്റു. ജാമ്പവാൻ ഹനുമാനോട് അഭ്യർത്ഥിച്ചു. എല്ലാവർക്കും വേണ്ടി തന്റെ ബലമഹിമ കേട്ട് ഹനുമാൻ ബ്രഹ്മാണ്ഡം പൊട്ടുമാറ് ഉഗ്ര അട്ടഹാസം ചെയ്തു. വീര്യമുണർന്നു, ദിവ്യപ്രകാശം പരന്നു. ശ്രീരാമൻ തന്റെ മോതിരം ഏൽപ്പിച്ചത് ഹനുമാനെയല്ലേ? തെക്കോട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രീരാമചന്ദ്രൻ ഏൽപ്പിച്ചത് ഹനുമാനെയാണ്. അതെന്താ ഒന്നും ഓർക്കാതിരുന്നത്? ഹനുമാന്റെ മഹിമ ശ്രീരാമന് നേരത്തെ അറിയാമായിരുന്നു. ഹനുമാൻ പർവ്വതം പോലെ വലുതായി. താൻ സമുദ്രം ചാടി ലങ്കയിലെത്തും. ലങ്ക ചുട്ടുകരിക്കും. രാവണനെ ത്രികുടാ പർവ്വതത്തോടൊപ്പം പൊക്കിയെടുത്തു കൊണ്ടുവരും. അതോ പിന്നെ ഹനുമാൻ ദേവൻ ചിന്തിക്കുകയാണ്, അങ്ങനെ ഉടനെ വേണോ? സീതയെ ദർശിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോന്നാൽ പോരെ? എങ്ങനെയാണെങ്കിലും ജാമ്പവാൻ ഹനുമാൻജിക്ക് എല്ലാ മംഗളങ്ങളും ചേർന്നു.
അങ്ങനെ ഹനുമാൻജി മഹേന്ദ്ര പർവ്വതം കടക്കാൻ പോവുകയാണ്. രാമനെ ധ്യാനിച്ച് ഹനുമാൻ മഹേന്ദ്ര പർവ്വതത്തിന്റെ മുകളിൽ കയറി ലങ്കയെ ലക്ഷ്യം വച്ചു. വാലോ ഉയർത്തിപ്പിടിച്ച് കൈകൾ ചലിപ്പിച്ച് കാലുകൾ വളച്ച് ദൃഷ്ടി മേലോട്ട് ഉയർത്തി തെക്കോട്ട് തിരിഞ്ഞ് വായുവേഗത്തിൽ ഒരൊറ്റ ചാട്ടം കൊടുത്തു. ആകാശത്തിലൂടെ അതിവേഗം ഹനുമാൻ പാഞ്ഞു പോകുന്നു. ഹനുമാന്റെ ശക്തി ഒന്ന് പരീക്ഷിക്കുന്നതെന്ന് മഹാശക്തനായ രാവണന്റെ അടുത്തേക്ക് പോകുന്നില്ലേ ദേവന്മാർ കൂടിയാലോചിച്ചു. എല്ലാ ദേവന്മാരും കണ്ടു ഹനുമാൻജി പറക്കുന്നത്. അവരെല്ലാം കൂടി ചെന്ന് നാഗമാതാവായ സുരസയെ ചെന്ന് കണ്ടു. ഒന്ന് പരീക്ഷിക്കണം ഹനുമാൻജിയുടെ ബലം. സുരസ സമ്മതിച്ചു. ഹനുമാനെ വഴിക്ക് തടയുക തന്നെ. വായും പിളർന്നു നിന്നു. ഹനുമാൻ തന്റെ യാത്രയുടെ ഉദ്ദേശം സുരസയെ അറിയിച്ചു. വഴി തരാൻ അപേക്ഷിച്ചു. അവൾ വാ തുറന്നു തന്നെ നിൽപ്പാണ്. കേട്ട മട്ടില്ല. ഈ വഴിക്ക് പോകുന്നവരാണ് തന്റെ ഭക്ഷണം എന്ന് സുരസ ഹനുമാൻജിയെ അറിയിച്ചു. കാര്യം പറഞ്ഞിട്ടും വഴി മാറാത്ത അത് കണ്ട് ഹനുമാന് ദേഷ്യം വന്നു. അവളുടെ വിശപ്പ് തീർക്കുക തന്നെ. ശരീരം 1 യോജന വലിപ്പത്തിൽ വളർന്നു വലുതായി. അപ്പോൾ സുരസ വിട്ടില്ല. 5 യോജന വിസ്താരത്തിൽ വാ പിളർന്നു. ഹനുമാൻ ഇരട്ടിയായി. സുരസ അപ്പോൾ 20 യോജനയും തുടർന്ന് ഹനുമാൻ 30 ആയപ്പോൾ സുരസ 50 ആയി. ഓ, 50 അത്രയ്ക്കായോ? ഹനുമാൻ പെട്ടെന്ന് ശരീരം അപ്പം സുരസ വിശാലമായ 50 യോജനവായ വളർത്തി നിൽക്കുകയാണ്. അപ്പം ഹനുമാൻജി ഒരു കാര്യം ചെയ്തു. ഹനുമാൻജി ശരീരം പെരുവിരലിനൊപ്പം ചുരുക്കി വായിൽ കൂടി കടന്ന് ചെവിയിലൂടെ പുറത്തിറങ്ങി. ദേവിക്ക് വണക്കം പറഞ്ഞു. സുരസ ഹനുമാൻ ഇത്ര മിടുക്കനാണെന്ന് കരുതിയില്ല. ഹനുമാനെ അഭിനന്ദിച്ച് അനുഗ്രഹിച്ചു. താൻ ആരാണെന്നും തന്റെ ഉദ്ദേശം എന്തായിരുന്നെന്നും സുരസ ഹനുമാനോട് പറഞ്ഞ് ദേവലോകം പോയി. ഹനുമാൻ യാത്ര തുടർന്നു. പക്ഷീന്ദ്രനായ ഗരുഡന്റെ വേഗത്തിൽ സമുദ്രത്തിന്റെ മുകളിലൂടെയാണ് യാത്ര. അല്പം ഇരുന്ന് വിശ്രമിക്കാനോ ക്ഷീണം തീർക്കാനോ ഇടമില്ല. ഹനുമാന്റെ യാത്ര ദേവകാര്യത്തിനും രാമകാര്യത്തിനുമാണ്. അതുകൊണ്ട് അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ടത് തന്റെ കടമയാണെന്ന് സമുദ്രദേവതയ്ക്ക് തോന്നി. സമുദ്രത്തിലൂടെ പോകുമ്പം ദൈവകാര്യത്തിനാണ്. അപ്പം ഭക്തന്മാർ സഹായിക്കണം. അപ്പൊ സമുദ്രദേവത വിചാരിച്ചു ഹനുമാൻജിയെ സഹായിക്കാമോ. ഉടൻ തന്നെ മൈനാക പർവ്വതത്തോട് അപേക്ഷിച്ചു. മൈനാകം സദാ സമുദ്രത്തിൽ മുങ്ങിക്കിടപ്പാണ്. അപേക്ഷാപ്രകാരം മൈനാകം വെള്ളത്തിൽ നിന്ന് ഉയർന്നു വന്ന് ഹനുമാന് വിശ്രമിക്കാൻ ഇടവും സൗകര്യവും നൽകി. പക്ഷേ ഹനുമാൻ വിശ്രമിക്കാനും വിശപ്പടക്കാനും കഴിയുന്ന മാനസിക അവസ്ഥയിലല്ലായിരുന്നു. മൈനാകത്തിന്റെ സന്മനസ്സിന് നന്ദി പറഞ്ഞ് സ്നേഹപൂർവം കൈത്തലം കൊണ്ട് തലോടി യാത്രയായി. മൈനാക പർവ്വതമേ, എന്റെ വിശ്രമം ഇപ്പോഴല്ല. ഞാൻ പോകുന്നത് രാമദേവന്റെ ദൗത്യം പൂർത്തീകരിക്കാനാണ്. സീതാലക്ഷ്മിയെ കണ്ടെത്തി തിരിച്ച് ശ്രീരാമചന്ദ്രനെ ബോധ്യപ്പെടുത്തിയെങ്കിൽ മാത്രമേ എനിക്ക് വിശ്രമമുള്ളൂ എന്ന് പറഞ്ഞു. ഹനുമാൻ താൻ നിശ്ചലനാകുന്നത് പോലെ തോന്നി. എത്ര ശ്രമിച്ചിട്ടും യാത്രയ്ക്ക് വേഗതയുണ്ടാവുന്നില്ല. ചുറ്റുപാടും നോക്കി, ആരെയും കാണുന്നുമില്ല. എന്തൊരതിശയം! പെട്ടെന്ന് സമുദ്രത്തിലേക്ക് നോക്കിയപ്പോൾ ഒരു രാക്ഷസി നിൽക്കുന്നു. അപ്പൊ അവിടെയും ഹനുമാൻ പോകുമ്പോൾ ഹനുമാൻ അങ്ങോട്ട് പറക്കാൻ പറ്റുന്നില്ല. അവളാണ് സിംഹിക. സദാ ജലമധ്യത്തിൽ നിലയുറപ്പിച്ച് മാനത്തുകൂടെ പോകുന്നവരുടെ നിഴൽ പിടിച്ചാൽ ആളെ പിടിച്ച പോലെയാണ്. ബ്ലാക്ക് മാജിക്. ആ ആൾക്ക് പിന്നെ ചലിക്കാനാവില്ല. ഹനുമാൻ നിശ്ചലനായതും അതുകൊണ്ട് തന്നെ. ഹനുമാൻ വെള്ളത്തിലേക്ക് ചാടി. കോപത്തോടെ കാലുകൊണ്ട് ചുഴറ്റി അവളെ ചവിട്ടിക്കുന്നു. വീണ്ടും കുതിച്ചുയർന്ന് തെക്കോട്ടുള്ള യാത്ര ആരംഭിച്ചു. അങ്ങനെ ദൂരെ ത്രികുടാ പർവ്വതം കണ്ടു. അതിന്റെ നെറുകയിലാണ് ലങ്കാ നഗരം. ഹനുമാൻ തെക്കേ കരയിലെത്തി. ചുറ്റും കണ്ണോടിച്ചു. പലതരം ഫലവൃക്ഷങ്ങൾ, നാനാതരം പക്ഷിമൃഗങ്ങൾ, പലതരം പൂക്കളും സസ്യലതാദികളും യുദ്ധചാതിരിയുള്ള കോട്ടകളും കിടങ്ങളും കൊണ്ട് സുരക്ഷിതമായ നഗരം. എങ്ങനെ അവിടെ കടന്നുകൂടുമെന്ന് ചിന്തിച്ച് ഹനുമാൻ അല്പനേരം നിന്നുപോയി. ഒടുവിൽ രാത്രിയിൽ കടന്നാൽ മതിയെന്ന് നിശ്ചയിച്ചു. ആരാലും കാണാതെ കിടക്കാൻ പ്രയാസമാണ്. സൂക്ഷ്മ രൂപിയാകുക തന്നെ. കാവൽക്കാരെ കബളിപ്പിക്കാൻ എങ്കിലേ കഴിയൂ. എന്നിട്ടും താൻ മനസ്സിൽ കണ്ട രഹസ്യം ലങ്കാലക്ഷ്മി അറിഞ്ഞിരിക്കുന്നു. അവൾ അട്ടഹസിച്ചുകൊണ്ട് ഹനുമാന്റെ നേരെ അടുത്തു. തന്റെ അനുവാദം കൂടാതെ കൂരിരുട്ടത്ത് കാട്ടുകള്ളനെ പോലെ വാനരവേഷത്തിൽ വന്നതിന് സമാധാനം ചോദിച്ചു. മറുപടിക്ക് കാത്തു നിൽക്കാതെ കാലുകൊണ്ട് തൊഴിച്ചു. ഹനുമാൻ പിന്നെ കാത്തു നിന്നില്ല. അവജ്ഞയോടെ അവളെ മുഷ്ടി ചുരിച്ച് ഇടിച്ചു.
ഉടുകൂടെ ചോര ഛർദ്ദിച്ചുകൊണ്ട് അവൾ നിലം പതിച്ചു. അല്പം കഴിഞ്ഞ് ലങ്കാലക്ഷ്മി എഴുന്നേറ്റ് ഹനുമാനെ അനുഗ്രഹിച്ചു. പണ്ട് ബ്രഹ്മാവ് അരുളി ചെയ്തത് അവൾ ഓർത്തു. ശ്രീരാമ കാര്യത്തിന് ലങ്കയിലെത്തുന്ന വാനരന്റെ കയ്യിൽ നിന്ന് മുഷ്ടി ചുരുട്ടി ഇടി ലഭിക്കും. അതിന്റെ വേദന താൻ അനുഭവിക്കുമ്പോൾ രാവണന് വിനാശമുണ്ടാകുമത്രേ. അവൾ ലങ്ക വിട്ടുപോയി. രാവണന് വിനാശം അടുത്തിരിക്കുന്നു എന്ന് മുന്നറിയിപ്പോടെ. രാവണന്റെ അന്തഃപുരത്തിലാണ് കേളിയവനം. അതിന്റെ മധ്യത്തിൽ അശോകവനം. അതിന് നടുക്ക് ശിംശിഭാ വൃക്ഷത്തിന് ചുവട്ടിൽ രാക്ഷസികളുടെ നടുക്ക് സീതാദേവി ഇരിക്കുന്നു. ബുദ്ധിമുട്ട് കൂടാതെ സീതയെ കണ്ടുപിടിക്കാൻ കൃത്യമായ മാർഗനിർദ്ദേശം അവർ ഹനുമാന് നൽകി. കൂടാതെ പെട്ടെന്ന് സീതയെ കണ്ടുമടങ്ങി വിവരം രാമനെ അറിയിക്കണമെന്ന അപേക്ഷയും അത് ഹനുമാൻ ഉണ്ടാകുന്ന അപകടങ്ങളെ ഒഴിവാക്കാനുള്ള സൂചനയും കൂടിയാണ്. രാവണൻ എന്തും പ്രവർത്തിക്കാൻ മടിയില്ലാത്തവനാണ്. ഹനുമാൻ ലങ്കയിലേക്ക് കടന്നു. മനോഹരമായ നഗരം എല്ലാം ചുറ്റി നടന്ന് കണ്ടു. രാവണന്റെ അരമനയിൽ പ്രവേശിച്ചു. സീതാദേവിയെ കണ്ടില്ല. അല്ല, കണ്ടാലെങ്ങനെ അറിയാനാ? മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ലങ്കാലക്ഷ്മി നൽകിയ സൂചനകൾ ഓർത്തു. അതാ രാക്ഷസികളുടെ നടുവിൽ ഒരു സുന്ദരി. പൊടിപിടിച്ച വസ്ത്രങ്ങളും തലമുടിയും ദുഃഖിതയാണ്. ചുണ്ടിൽ നിന്ന് രാമമന്ത്രം ഉതിർന്നു വീഴുന്നു. ഹനുമാൻ ഉറപ്പായി അത് സീതാദേവി തന്നെ. ഹനുമാൻ ശ്രദ്ധിച്ചു. തന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ഇല്ല. ഹനുമാൻ മരച്ചിലകൾക്കിടയിൽ പതുങ്ങിയിരുന്നു, കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ. ശേഷം നമ്മൾ ആധ്യാത്മിക രാമായണത്തിന്റെ സുന്ദരകാന്ഡത്തിലെ എഴുത്തച്ഛന്റെ വരികളിലൂടെ നമുക്ക് പോകാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സകല ശുഖകുല വിമലതലകിൽ അഹിത കളേബരേ സുമാജി സാരസ്യ പീയൂഷ സാര സർവസ്വമേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സകല ശുഭകുല വിമല തിലകിത കളേബരേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ. കഥയ മമ കഥകളതിസാദരം. കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവരാ. കിളിമകളോട് അതിസരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ചനന്തരം. കളമൊഴിയും അഴകിനോട് തോറുകയെ ചിന്തിച്ചു മനസ്സേ. ഹിമശിഖരിസുതയോടു ചിരിച്ചു ഗംഗാധരൻ. എങ്കിലോ കേട്ടുകൊള്ളുന്നരുളി ചെയ്തു. ലവണജല നിധി ശതകയോജന വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി. മനുജ പരിവൃത ചരണ തളിന യുഗളം മുതാം മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം. വരരോട് അമിത ബല സഹിതം എല്ലാവരും മമ ജനക സദൃശനഹം അതിചബലം അമ്പരെ. മാനേന പോകുന്നിതാശ്ചര്യശാലയെ. അജതനയ തനയ ശര സമമധിക സാഹസാൽ. അദ്യൈവ പശ്യാമി രാമപത്നിമഹം. അഖില ജഗദധിപനോട് അറിയിപ്പിനങ്ങ്. അദ്യ കൃതാർത്ഥൻ ആയേൻ കൃതാർത്ഥോസ്മി അഹം. പ്രണത ജന ബഹുജനന മരണകര നാമകം പ്രാണപ്രായാണകാലേ നിരൂപിപ്പവൻ. ജനി മരണ ജലനിധിയെ ഇരവോടു കടക്കും. അഞ്ജന്മനാക്കിം പുനസ്തസ്യ ദൂതോസ്മ്യഹം. തദനു മമ കൃതി സപതി രഘുപതി അനാരതം. തസ്യാംഗുലീയവുമുണ്ടോ ശിരസി മേ. കിമപി നഹി ഭയമുദതി സപതി തരിതും നിങ്ങൾ. ഈശപ്രവരരെ ഖേദിയായി കേതുമേ.
ഇതി പവന തണയനുത ചെയ്തുവാലും നിജം ഏറ്റം ഉയർത്തി പരത്തി കരങ്ങളും അതിവിപുലഗളതലവും ആർജവും ആക്കി നിന്ന് ആ കുഞ്ചിതാംഗ്രിയായി ഉർഭനയനയായി ദശവദന പുരിയിൽ നിജ ഹൃദയവും ഉറപ്പിച്ചു ദക്ഷിണാദിക്കുമാലോക്യ ചാടിയിടിനാൻ പദകപതി ദിവ പവന സുതനനഥ വിഹായസ ഭാനുബിംബാഭയാ പോകും ദശാന്തരേ അമര സമുദയമനില തനയ ബലവേഗങ്ങൾ ആലോക്യ ചൊന്നാർ പരീക്ഷണാർത്ഥം തഥാ സുരസയോടു പവനസുത സുഖഗതി മുടക്കുവാൻ തൂർണം നടന്നിരു നാഗജനനിയും ത്വരിതമനിലജമതി ബലങ്ങൾ അറിഞ്ഞതി സൂക്ഷ്മ ദൃശ്യാവരീതെന്നതു കേട്ടവൾ ഗഗനപതി പവനസുത ജവഗതി മുടക്കുവാൻ ഗർവേണ ചെന്നു തൽ സന്നിധവും മേവിനാൾ കഠിനതരമലറിയവൾ അവനോടുര ചെയ്തിട്ടു കണ്ടീലയോ ഭവാൻ എന്നെ കബീവര ഭയരഹിതമിതുവഴി നടക്കുന്നവർകളെ ഭക്ഷിപ്പതിന്നുമാം കൽപ്പിച്ചതീശ്വരൻ വിധിവിഹിതം അശനമിക നൂനം അദ്യത്വയാ വീര വിശപ്പ് എനിക്കേറ്റമുണ്ടോർക്ക നീ മമ വദന കുഹരം അതിൽ വിരവിനൊടും പൂക നീ മറ്റൊന്നും ഓർത്തു കാലം കളയായിടോ സരസമിതി രഭസതരം അതനു സുരസാഗിരം സാഹസാൽ കേട്ടുവനിലാത്മജൻ ചൊല്ലിനാൾ അഹമഖില ജഗദധിപൻ അമര ഗുരു ശാസനാൽ ആശ്വസിതാന്വേഷണത്തിനു പോകുന്നു അവളെ നിശിചരി പുരിയിൽ വിരവിനോടു ചെന്ന് കണ്ട് ആദ്യവാശ്വ വരുന്നതുണ്ടു ഞാൻ ജനക നരപതി ദുഃഖിത്യ ചരിതം അഖിലം കൃതം ചെന്നു രഘുപതിയോടു അറിയിച്ചു ഞാൻ തവ വദന കുഹരമതിൽ അപഗതം ഭയാകുലം താൽപര്യം ഉൾക്കൊണ്ടു വന്നു നോക്കിയിടുവൻ അനുഗം അക തളിരിൽ ഒരു പുഴതുമറിവീലഹം ആശുമാർഗം ദേഹി ദേവി നമോസ്തുതേ തദനു കവി കുലവരനോട് അവളും മുര ചെയ്തിരു ദാഹവും ക്ഷുത്തും പൊറുകരുതേതുമേ മനസ്സി തവ സുദൃഢം വിധിയതി സപതി സാദരം വാ പിളർന്നീട് എന്നു മാരുതി ചൊല്ലിനോൾ അതിവിപുലം ഉടലും ഒരു യോജനായാമമായി ആശുകാനന്ദനൻ നിന്നതോ കണ്ടവൾ അതിലധിക തരവദന വിവരമോട് അനാകുലം അത്ഭുതമായി 5 യോജന വിസ്തൃതം പവനതനയനും അതിനു ധരിതി ദശയോജന പരിമിതി കലർന്നു കാണായോരനന്തരം നിജ മനസ്സി ഗുരു കുതുകമോട് സുരസയും തഥാ നിന്നാൽ 20 യോജന വായുമായി മുഖപുഹരം അതിവിപുലം ഇതി കരുതി മാരുതി 30 യോജന വണ്ണമായി മേവിനാൻ അലമലം വിധിയയം അമലനരുതു ജയമാർക്കുമെന്ന് 50 യോജന വാപിളർന്നിടിനാൻ അതു പൊഴുതു പവന സുതൻ അതി കൃഷശരീരനായി അങ്കുഷ്ട തുല്യനായുൾപ്പുക്കരുളിനാൻ തദനു ലഘുതരം അവനും മുരതര തപോബലാൽ തത്ര പുറപ്പെട്ടു ചൊല്ലിനാൻ ശൃണു സുമുഖി സുരസുഖ പരേ സുരസേ സുഖേ ശുദ്ധേ ഭുജംഗമാതാവേ നമോസ്തുതേ ശരണമിക ചരണം സരസിജയുഗളം ഏവദേ ശാന്തിയേ ശരണ്യേ നമസ്തേ നമോസ്തുതേ പ്ലവക പരിവൃത വചന നിശമന ദശാന്തരേ
പേർത്തും ചിരിച്ചും പറഞ്ഞു സുരസയും ഹരേ വരികതവ ജയം. രാമ ഹരേ രാമ. മീരാജി. വരിക തവ ജയമതി സുഖേന പോയി ചെന്നു നീ വല്ലഭാവൃത്താന്തമുള്ള വണ്ണം മുതാ രഘുപതിയൊടകിലമറിയിക്കതൽ കോപേന രക്ഷോഗണത്തെയുമൊക്കെയൊടുക്കണം. അറിവതിനു തവ ബലവിവേകവേഗാധികൻ അതിഥേയന്മാരയച്ചു വന്നേനകം. നിജചരിതമഖിലമവനോടറിയിച്ചു പോയി നിർജ്ജരലോകം ഗമിച്ചാൾ സുരസയും. പവനസുതനത ഗഗനപതി ഗരുഡ തുല്യനായി പാഞ്ഞു പാരാവാരമീതേ ഗമിക്കുമ്പോൾ ജലനിധിയുമജലവരനോടു ചൊല്ലിടിനാൻ. ചെന്നു നീ സൽക്കരിക്കേണം കവീന്ദ്രനെ, സഗര നരപതി തനയരെന്നെ വളർക്കയാൽ സാഗരമെന്നു ചൊല്ലുന്നിതെല്ലാവരും. തദഭിജന ഭവനറിക രാമൻ തിരുവടി തസ്യ കാരാർത്ഥമായി പോകുന്നതും ഇവൻ. ഇടയിലൊരു പതനമവനില്ല തൽക്കാരണാലിച്ഛയാ പൊങ്ങി തളർച്ച തീർത്തിടണം. മണികനകമയന മലനായ മൈനാകവും മാനുഷവേഷം ധരിച്ചു ചൊല്ലിടിനാൻ. ഹിമശിഖരി തനയനഹമറിക കപിവീര നീ എന്മേലിരുന്നു തളർച്ചയും തീർക്കെടൂ. സലിലനിധി സമയയ്ക്കയാൽ വന്നു ഞാൻ സാദവും ദാഹവും തീർത്തു പോയിക്കൊള്ളുകെടോ. അമൃത സമജലവും അതിമധുര മധുപൂരവും ആർദ്രപക്വങ്ങളും ഭക്ഷിച്ചു കൊള്ളുക നീ. അമലമലം ഇതരുതരുതു രാമകാര്യാർത്ഥമാം അയാശു പോകും വിധൗ പാർക്കരുതെങ്ങുമേ. പേരുവഴിയിൽ അശന ശയനങ്ങൾ ചെയ്തെന്നതും പേർത്തു മറ്റൊന്നു ഭാവിക്ക എന്നുള്ളതും. അനുചിതമിതറിക രഘുകുലതിലക കാര്യങ്ങൾ അൻപൊടു സാധിച്ചൊഴിഞ്ഞരുതൊന്നുമേ. വിഗത ഭയമിനി വിരവൊടിന്നു ഞാൻ പോകുന്നു, ബന്ധു സൽക്കാരം പരിഗ്രഹിച്ചേനകം. പവനസുതനിവയുമുര ചെയ്തു തൻ കൈകളാൽ പർവ്വതാധീശ്വരനെ തലോടിയിടിനാൻ. പുനരവനു മനില സമമുഴറി നടകൊണ്ടിതു പുണ്യജനേന്ദ്രപുരം പ്രതി സംഭ്രമാൽ. തദനു ജലനിധിയിലതിഗഭീരദേശാലയെ സന്തതം വാണിടും ഛായാഗ്രഹിണിയും സരിതധിപനുപരി പരിചോടു പോകുന്നവൻ തന്നിഴലാശു പിടിച്ചു നിർത്തിയിടിനാൾ. അതു പൊഴുതു മമ ഗതി മുടക്കിയതാരെന്നിതന്തര പാർത്തു കീഴ്പോട്ടു നോക്കിയിടിനാൻ. അതിവിപുലതര ഭയകരാങ്കിയെ കണ്ടളവ് അംഘ്രിപാദേന കൊന്നിടിനാൻ തൽക്ഷണേ. നിഴലതു പിടിച്ചു നിർത്തിക്കൊന്നു തിന്നുന്ന നീജയാം സിംഹികയെ കൊന്നനന്തരം ദശവദനപുരിയിൽ വിരവോടുപോയിടുവാൻ ദക്ഷിണ ദിക്കു നോക്കി കുതിച്ചിടിനാൻ. ചരമഗിരി ശിരസിരവിയും പ്രവേശിച്ചിതു ചാരുലങ്കാ ഗോപുരാഗ്രേ കവീന്ദ്രനും. ദശവദന നഗരമതി വിമല ബിസ്ഫുലസ്ഥലം ദക്ഷിണവാരിധി മധ്യേ മനോഹരം. ബഹുല ഫല കുസുമദല യുധവിടബിസങ്കുലം വല്ലീകുലാവൃതം പക്ഷിമൃഗാന്വിതം മണികനകമയം അമരപുര സദൃശ്യമംബുധി മധ്യേ ത്രികുടാചലോപരി മാരുതി. കമലമകൾ ചരിതമറിവതിന്നു ചെന്നൻപൊടു കണ്ടിതു ലങ്കാ നഗരം നിരുപമം. കനകവിരചിതമതിൽ കിടങ്ങും പലതരം കണ്ടു കടപ്പാൻ പണിയെന്നു മാനസേ. പരവശതയോടു ഝടിതി പല വഴി നിരൂപിച്ചു പത്മനാഭൻ തന്നെ ധ്യാനിച്ചു മേവിനാൻ. നിശിതമസി നിശിചര പുരേക്യശരൂപനായി നിർജ്ജനദേശേ കടപ്പൻ എന്നോർത്തവൻ. നിജമനസി നിശിചര കുലാരിയെ ധ്യാനിച്ചു നിർജ്ജര വൈരിപുരം ഗമിച്ചിടിനാൻ.
പ്രകൃതി ചപലനും അധിക ചപലമചലം മഹൽ പ്രാകാരവും മുറിച്ചാകാരവും മറിച്ചവനി മകളടി മലരു മകതളിരിലോർത്തുകൊണ്ടഞ്ജനാ നന്ദനഞ്ജസാ നിർഭയം ഉടൽ കടുകിനോടു സമമിടത്തുകാൽ മുമ്പിൽ വച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരെ കഠിനതരമലറിയൊരു രജനി ചരിവേഷമായി കാണായിതാശുലങ്കാശ്രീയേയും തഥാ ഇവിടെ വരുവതിനു പറകെന്തു മൂലം ഭവാനേകനായി ചോരനോ ചൊല്ലു നിൻ വാഞ്ചിതം അസുരസുര നര പശുമൃഗാദി ജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാൻ അറിയാതെ. ഇതി പരുഷവചനമോടണഞ്ഞു താടിച്ചിതൊന്നേറെ രോഷേണ താടിച്ചു കബീന്ദ്രനും രഘുകുലജ വരസിജവ വാമമുഷ്ടി പ്രഹാരേണ പതിച്ചു വമിച്ചിതു ചോരയും. കപിവരനോടവളുമെഴുന്നേറ്റു ചൊല്ലിയിടിനാൽ കണ്ടേനടോ തവ ബാഹുബലം സഖേ വിധിവിഹിതമിതു മമ പുരൈവധാതാവുതാൻ വീരാ പറഞ്ഞിതെന്നോടിതു മുന്നമേ സകല ജഗദധിപതി സനാതനൻ മാധവൻ സാക്ഷാൽ മഹാവിഷ്ണു മൂർത്തി നാരായണൻ കമലദല നയനൻ അനിയിൽ അവതരിക്കുമുൾക്കാരുണ്യമോടഷ്ടവിംശതി വര്യയെ ദശരഥ നിർബതി തനയനായി മമ പ്രാർത്ഥനാൽ ത്രേതായുഗേ ധർമ്മദേവരക്ഷാർത്ഥമായി ജനക നൃപവരനു മകളായി നിജമായയും ജാതയാം പങ്ക്തിമുഖ വിനാശത്തിനായി സരസിരുഹ നയനൻ അടവിയിലധ തപസ്സിനായി സഭ്രാതൃഭാര്യനായി വാഴും ദശാന്തരെ ദശവദനൻ അവനി മകളെയും അപഹരിച്ചുടൻ ദക്ഷിണവാരിധി പൂക്കിരുന്ന നാൾ സപതി രഘുവരനോടരുണജനു സാജ്യവും സംഭവിക്കും പുനഃസുഗ്രീവശാസനാൽ സകല ദിശി കവികൾ തിരവാൻ നടക്കുന്നതിൽ സന്നദ്ധനായി വരുമേഘൻ തവാന്തികെ കലഹമവനോടു ചടിതി തുടരുമളവെത്രയും കാതരയായി വരും നീ എന്നു നിർണയം രണനിപുണനോടു ഭവതി താടനവും കൊണ്ടു രാമദൂതന്നു നൽകേണ അനുജ്ഞയും ഒരു കവിയൊടൊരു ദിവസമടി ചടിതി കൊൾകിൽ നീ ഓടി വാങ്ങിക്കൊള്ളുകെന്നു വിരിഞ്ചനും കരുണയൊടു ഗതകപടമായി നിയോഗിക്കയാൽ കാത്തിരുന്നേനിവിടം പല കാലവും രഘുപതിയോടിനിളരൊടിരൊഴികെ നടകൊൾക നീ ലങ്കയും നിന്നാൽ ജിതയായിരുന്നെടോ നിഖില നിശിചര കുലപതിക്കു മരണവും നിശ്ചയമേറ്റമടുത്തു ചമഞ്ഞിതു. ഭഗവദനുചര ഭവതു ഭാഗ്യം ഭവാനിനി പാരാതെ ചെന്നു കണ്ടിടുക ദേവിയെ ത്രിദശ കുലരിപു ദശമുഖാന്തപുരവരെ ദിവ്യലീലാവനേ പാദപസങ്കുലേ നവകുസുമ ഫലസഹിത വിടപിയുത ശിംശപാ നാമ വൃക്ഷത്തിൻ ചുവട്ടിൽ അതിശുചാൽ നിശിചരികൾ നടുവിലഴവലോടു മരുവിടുന്നെടോ നിർമ്മല ഗാത്രിയാം ജാനകി സന്തതം. രാമ ഹരേ രാമ 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 ഹരേ ഹരേ. സുധീർ പ്രഭു. വോളിയം കുറവാ. വോളിയം സൗണ്ട് തീരെ ഇല്ല. ഇല്ല, കുറവാ. ജി സ്വാഗതം, സന്തോഷം. ഹരേ കൃഷ്ണ. വരട്ടെ. ശരിയായോ? കുറവ്, വളരെ കുറവ്. എന്ത് പറ്റി? എന്തോ ദുരിതമവൾ ചരിതമുടനവനോടറിയിക്ക പോയ ബുദ്ധിയും കടന്നമ്പരാന്തേ ഭവാൻ അഖില ജഗതിപതി രഘുത്തമൻ
പാതുമാമസ്തുതേ സ്വസ്തിരത്യൂത്തമോ സ്വസ്തിരുത്തോത്തമോ സംസമേ രഘുമധുര ഭജനമിതി ചൊല്ലി മറിഞ്ഞിതു ലങ്കയിൽ നിന്നു വാങ്ങി മലർമങ്കയും ഉദകനിധി നടുവിൽ ഉദകനിധി നടുവിൽ ഉദകനിധി ഉദകനിധി നടുവിൽ മരുവും ത്രികുടാദ്രിമേൽ ഉദകനിധി നടുവിൽ മരുവും ത്രികുടാദ്രിമേ ലൂലംഘിതോദ്ബ്ല പവനാത്മ ജന്മന ജനന നരപതി വരമകൾക്കും ദശാസ്യനും ചെമ്മി വിറച്ചിതു വാമഭാഗം തുലോം ജനക നരപതി വരമകൾക്കും ദശാസ്യനും ചെമ്മി വിറച്ചിതു വാമഭാഗം തുലും ജനക നരപതി ദുഹിതൃവരനു ദശാംഗവും ജാതനൊന്നാകിൽ വരും സുഖദുഃഖവും തതനു കപില കുലപതി കടന്നിതുലങ്കയിൽ താനതി സൂക്ഷ്മ ശരീരന രാത്രിയിൽ ഉദിതര വികിരണ രുചി പൂണ്ടൊരു ലങ്കയിൽ തിരിഞ്ഞാൻ ഒരേടമൊഴിയാതെ ദശവദനമണി നിലയമായിരിക്കും മമ ദേവിയിരിപ്പേടമെന്നോർത്തു മാരുതി കനകമണിനി കരവിരചിത പുരിയിലെങ്ങുമേ കാണാഞ്ഞു ലങ്കാവചനമൂർത്തിയിടിനാൻ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. സ്മിത മാതാജി. ഹരേ രാമ കൃഷ്ണ പ്രഭു. ആ ഉടമയോടു മസുരപുരി കനിവിനോട് ചൊല്ലിയോ ഉദ്യാനദേശേ തിരഞ്ഞു തുടങ്ങിനാൻ ഉപവനവും അമൃത സലിലിയുതാവാപിയും മുത്തമംഗ സൗധങ്ങളും ഗോപുരങ്ങളും സഹജസുത സജീവ ബലിപതികൾ ഭവനങ്ങളും സൗവർണസാലധ്വജ പതാകകളും ദശവദന മണിഭവന ശോഭ കാണും വിധൗ ദിക്പാലമന്ദിരം ധികൃതമായി വരും കനകമണിരചിത ഭവനങ്ങളിലെങ്ങുമേ കാണാഞ്ഞു പിന്നെയും നീളെ നോക്കും വിധൗ കുസുമചയ സുരഭിയൊടു പവനതി ഗൂഢമായി കൂടെ തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയുടൻ ഉപവനവും അരുതരുതെന്നു പ്രവരങ്ങളും ഉന്നതമായുള്ള ശിശഭാവൃക്ഷവും അതിനികടമഖില ജഗതേശ്വരി തന്നെയുമാശു ഗഗാനു കാട്ടിക്കൊടുത്തിടിനാൻ മലിനതര ചികുരവസനം പൂണ്ടു ദീനയായി മൈഥിലി താൻ കൃഷഗാത്രിയായത്രയും വിവശമവയിലുരുണ്ടും സദാഹൃതി ഭർത്താവു തന്നെ നിനച്ചലം നയനജല മനവരതമൊഴുകി പതിനാമത്തെ രാമേത്തി ജപിക്കയും ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നിശിചരികൾ നടുവിലഴലൊടുമരുമീശ്വരി നിത്യസ്വരൂപിണിയെ കണ്ടു മാരുതി പിടപിവര ശിരസി നിമിടച്ചതാന്തർഗതൻ വിസ്മയം പൂണ്ടു മറഞ്ഞിരുന്നിടിനാൻ ദിവസകരകുലപതി രഘുത്തമൻ തന്നുടെ ദേവിയാം സീതയെ കണ്ടു കബീവരൻ കമലമകൾ അഖില ജഗദീശ്വരി തന്നുടൽ
കണ്ടേൻ കൃതാർത്ഥസ്മ്യഹം കൃതാർത്ഥാസ്മ്യഹം ദിവസകരകുലപതിരഘൂത്തമൻ കാര്യവും ദീനതയെന്നിയേ സാധിച്ചതിന്നു ഞാൻ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അധ്യാത്മരാമായണത്തിന്റെ വളരെ ശ്രേഷ്ഠമായ ഒരു ഭാഗത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. സുന്ദരകാന്ഡം. അങ്ങനെ ഹനുമാൻജി ശ്രീരാമദേവന്റെ ദൗത്യവും ഏറ്റെടുത്ത് അടയാള കാര്യങ്ങളുമൊക്കെ ആയിട്ട് മഹേന്ദ്ര പർവ്വതവും കടന്ന് മൈനാകപർവ്വതം ചോദിക്കുന്നു വിശ്രമിക്കാൻ. ഇല്ല, എനിക്ക് വിശ്രമമില്ല, സീതാദേവിയെ കണ്ടിട്ട് വേണം എനിക്ക് വിശ്രമിക്കാൻ എന്ന്. അത് മാത്രമല്ല, സീതാദേവിയെ കണ്ട് ശ്രീരാമദേവനോട് അരുൾ ചെയ്തിട്ട് വേണം എനിക്ക് വിശ്രമിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ലങ്കാ നഗരത്തിൽ പ്രവേശിക്കുകയും സീതാദേവിയെ ശിംശിബ വൃക്ഷച്ചുവട്ടിൽ കാണുകയും ചെയ്തു. ആ ഭാഗങ്ങളാണ് നമ്മൾ വായിച്ചത്. ഹരേ കൃഷ്ണ. ഡോക്ടർ ജി ഹരേ കൃഷ്ണ. ഇതിനെക്കുറിച്ച് ഇനി അങ്ങനെ വളരെ മംഗളകരമായിട്ട് നമ്മൾ 21-ാം ദിവസം നമ്മൾ പൂർത്തിയാക്കി, 21-ാം ഭാഗം പൂർത്തിയാക്കി. സ്മിത മാതാജി, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഹരേ കൃഷ്ണ. ഇല്ലേ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവാന്റെ ദൗത്യമായിട്ട് പോകുന്ന വലിയ ഭക്തനെയാണ്. നവവിധ ഭക്തിയിൽ ഏത് ഭാഗത്താണ് ഹനുമാൻജി ഇരിക്കുന്നത്? ദാസ്യഭക്തിയാണ്. ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ആക്ച്വലി ഈ ഭൗതികതയിൽ പിറന്ന നമുക്ക് വേണ്ടത് മറ്റുള്ള ഭക്തിയേക്കാൾ, മാധുര്യ ഭക്തിയേക്കാൾ നമുക്ക് വേണ്ടത് ദാസ്യഭക്തിയാണ്. ദാസോ അഹം തവ കേശവ, കേശവന്റെ ദാസനാണ് എന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തൽ ഹനുമാൻ എന്ന ഭഗവാന്റെ വലിയ ഭക്തനിലൂടെ നമുക്ക് കിട്ടും. ഹരേ കൃഷ്ണ. ഡോക്ടർ ജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ. എന്തുകൊണ്ട് പിന്നെ വിശേഷം? വിജയകരമായി